ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ്. ഓക്കെ, നമ്പേഴ്സിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് നമ്പേഴ്സ്, ഏതൊക്കെ ടൈപ്പ് നമ്പേഴ്സ് ആണുള്ളത്, അതിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. അപ്പം എന്താണ് നമ്പേഴ്സ്, എത്ര ടൈപ്പാണ് നമുക്ക് ബേസിക്കലി ഉള്ളത്? ബേസിക്കലി നമുക്ക് നമ്പേഴ്സ് 3 ടൈപ്സ് ആണുള്ളത്. ഓക്കെ, റിയൽ നമ്പേഴ്സ്, ഇമാജിനറി നമ്പേഴ്സ്, പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ റിയൽ നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പഠിക്കും. റിയൽ നമ്പേഴ്സ് എന്താണ്? നമുക്കൊരു നമ്പർ ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്പർ ലൈൻ 1 2 ഇതാണ് നമ്പർ ലൈൻ അല്ലേ? ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സ് ഇങ്ങനെ പോകുന്നു, -1 -2 -3 ഇങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സ് പോകുന്നു. അപ്പോൾ ഈ നമ്പർ ലൈനിൽ നമുക്ക് ഒരു നമ്പറിനെ മാർക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? റിയൽ നമ്പർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ലൈനിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറിനെ നമുക്ക് റിയൽ നമ്പർ എന്ന് പറയാം. കിട്ടിയല്ലോ. അടുത്തത് എന്താണ്? ഇമാജിനറി നമ്പേഴ്സ്. ഇമാജിനറി നമ്പേഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് √-1 പറയണം. ഇതൊരു ഇമാജിനറി നമ്പർ ആണ്. നമുക്ക് ഒരു നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തെടുക്കാനോ ഒരു സാധനത്തിന്റെ മെഷർമെന്റ്, ലെങ്തോ ബ്രെഡ്ത്തോ വിഡ്ത്തോ വെയിറ്റോ ഒന്നും നമുക്ക് മെഷർ ചെയ്യാനും ഒന്നും കഴിയാത്ത ഒരു നമ്പർ ആണിത് അല്ലേ, -1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇമാജിനറി നമ്പർ ആണ്. നെക്സ്റ്റ് വൺ, കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പർ എന്താണ്? ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുതാണേ, 2 + 3i. ഓക്കെ, അപ്പം ഈ 2 + 3i എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോമ്പിനേഷൻ നമ്പർ ആണ്. കോംപ്ലക്സ്, CO, കോമ്പിനേഷൻ. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് ഏതൊക്കെയാണ്? ഒരു റിയൽ നമ്പറിന്റെയും ഒരു ഇമാജിനറി നമ്പറിന്റെയും കോമ്പിനേഷൻ ആണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് 2 + 3i നോക്കിയേ. ഈ 2 + 3i എന്താണ്? 2 എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ് അല്ലേ? 2 എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. 3i എന്ന് പറയുന്നത് ഒരു ഇമാജിനറി നമ്പർ ആണ്. അപ്പോൾ റിയൽ നമ്പറിന്റെയും ഇമാജിനറി നമ്പറിന്റെയും ഒരു കോമ്പിനേഷനെ നമുക്ക് എന്തെന്ന് പറയാം? കോംപ്ലക്സ് നമ്പർ എന്ന് പറയാം. ഇതാണ് ബേസിക്കലി നമുക്ക് നമ്പേഴ്സിന്റെ ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി റിയൽ നമ്പേഴ്സ് നോക്കാം അല്ലേ? അപ്പോൾ നമ്മൾ ബേസിക്കലി പറഞ്ഞു 3 കാറ്റഗറി ഉണ്ട്: റിയൽ നമ്പേഴ്സ്, ഇമാജിനറി നമ്പേഴ്സ്, കോംപ്ലക്സ് നമ്പേഴ്സ്. അതിൽ റിയൽ നമ്പേഴ്സിന്റെ അകത്ത് വീണ്ടും ഡിവിഷൻസ് വരുന്നുണ്ട്. നമ്മൾ അതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റിയൽ നമ്പേഴ്സ് ആർ. ഓക്കെ, ആർ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള 2 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ആണ്. റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിനെ Q വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇറാഷണൽ നമ്പേഴ്സിനെ I വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. റാഷണൽ നമ്പർ തന്നെ എന്താണ്? P/Q എന്നുള്ള ഒരു ഫോമിൽ എഴുതാൻ പറ്റുന്ന, എന്നാൽ Q 0 ആവാൻ പാടില്ലാത്ത ഇങ്ങനത്തെ നമ്പേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? റാഷണൽ നമ്പർ ആണെന്ന് പറയാം. അപ്പോൾ റാഷണൽ നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം? P/Q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാനും കഴിയണം. പക്ഷെ Q എന്താവാനും പാടില്ല? 0 ആവാനും പാടില്ല. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇറാഷണൽ നമ്പറിനെ അപ്പോൾ എന്തായിരിക്കും? P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത നമ്പേഴ്സിനെ എന്തെന്ന് വിളിക്കാം? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഇനി ഈ റാഷണൽ നമ്പേഴ്സിനകത്ത് തന്നെ 2 കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ടെർമിനേറ്റിംഗ് കേസും രണ്ടാമത്തത് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റെക്കറിംഗ്. ഓക്കെ, ഇനി ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? സ്റ്റോപ്പ്. ടെർമിനേറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്? സ്റ്റോപ്പ്. അപ്പോൾ ടെർമിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളിപ്പം ഞാനൊരു എക്സാമ്പിൾ എഴുതാം. 2/5. ഓക്കെ, നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. 2/5 P/Q ഫോമിലാണല്ലോ. അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ഡെസിമൽ 2. ഓക്കെ, 5 4s are 20. റിമൈൻഡർ എത്രയാണ്? 0 ആയി. അതായത് നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ടെർമിനേറ്റിംഗ് ആണ്. ഡെസിമൽ ആണ്, പക്ഷെ എന്താണ്? 0.4, 0.4 അവിടെ ടെർമിനേറ്റ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. നമുക്കൊരു പെർഫെക്റ്റ് വാല്യൂ റിമൈൻഡർ 0 കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. നമ്മുടെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ത് ചെയ്തു? ഇവിടെ ടെർമിനേറ്റ് ചെയ്തു. 0.4 ആയപ്പോൾ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇത് എന്ത് നമ്പറാണ്? റാഷണൽ നമ്പർ ആണ് അല്ലേ? ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റെക്കറിംഗ്. റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പീറ്റിംഗ്. റെക്കറിംഗിന്റെ മീനിങ് ആലോചിച്ച് നോക്കുക. റിപ്പീറ്റിംഗ്. അപ്പൊ എന്താണ്? റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സ്. അതായത് നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യൂല. ഈ എക്സ്പാൻഷൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. എക്സ്പാൻഷൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. പക്ഷേ അത് എന്തായിരിക്കും? റിപ്പീറ്റിംഗ് ആയിരിക്കും. ആ ഡെസിമൽ എക്സ്പാൻഷൻ റിപ്പീറ്റിംഗ് ആയിരിക്കും. അങ്ങനത്തെ നമ്പേഴ്സിനെ നമുക്ക് എന്ത് വിഭാഗത്തിൽ ക്ലാസിഫൈ ചെയ്യാം? റാഷണൽ നമ്പേഴ്സിൽ കൊണ്ടുവന്ന് ക്ലാസിഫിക്കേഷനിൽ ഇടാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ 6. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ നോക്കുക. 6/7
7 ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് 6/7 ആണ് ഞാൻ എടുത്ത ഡെസിമൽ. അപ്പോൾ ഇതിനെ ഡിവിഷൻ ചെയ്യാൻ പോവുകയാണേ. ഒരു മിനിറ്റ് താഴോട്ട് എഴുതാം. 6/7. ഓക്കെ, 60 അല്ലേ? 60. അപ്പോൾ 6 × 8 എത്രയാണ്? 8 × 7 56, 40. ഓക്കെ, 7ൽ എത്ര ടൈംസ് ആണ് 40? 7 × 5 35. അടുത്ത 50. 7 × 7 49. അപ്പോൾ നമുക്ക് 10 കിട്ടി. 7 ones are 7. നമുക്ക് 3 കിട്ടി. 7 × 4 28. ബാലൻസ് എത്ര കിട്ടി? 2 കിട്ടി. 20. അപ്പോൾ 7 × 2 14. അടുത്ത ബാലൻസ് 60. ഓക്കെ, 7 × 8 56. ബാലൻസ് 40. വീണ്ടും 7 × 5 35. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഇവിടെ എഴുതാം. ഈ നമ്മൾ 6നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 0.857142. വീണ്ടും 857142. വീണ്ടും 857142. അങ്ങനെ എന്ത് ചെയ്യാണ്? ഈ 857142 ആ നമ്പർ കണ്ടോ? 857142. ഈ നമ്പർ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അതായത് ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഇത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്താണ്? ഇതിനൊരു സ്റ്റോപ്പ് ഇല്ല, എൻഡ് ഇല്ല. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താണ്? 857142 ആ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ഈ 857142 ഈ സീക്വൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് അതിന് റെക്കറിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നോൺ ടെർമിനേറ്റിംഗ് ആണ്, പക്ഷേ പുള്ളിക്കാരൻ എന്താണ് ഈ ഒരു പർട്ടിക്കുലർ ഫ്രാക്ഷൻ എന്താണ്? റിപ്പീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ റെക്കറിംഗ് ആണ്. ആ ഒരു സീക്വൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം? റാഷണൽ നമ്പർ എന്ന് വിളിക്കാം. കണ്ടീഷൻസ് മനസ്സിലായോ? അപ്പൊ റാഷണൽ നമ്പർ ആവാൻ വേണ്ടിയിട്ട് 2 കണ്ടീഷൻ ഉണ്ട്. ഒന്നുകിൽ അത് എന്താണ്? ടെർമിനേറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ എടുത്ത എക്സാമ്പിൾ 2/5 ടെർമിനേഷൻ ആവണം. ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആയാലും കുഴപ്പമില്ല, പക്ഷേ റെക്കറിംഗ് ആയിരിക്കണം. ആ ഒരു സീക്വൻസ്, ഒരു പർട്ടിക്കുലർ നമ്പറോ അല്ലെങ്കിൽ പർട്ടിക്കുലർ സീക്വൻസ് ഓഫ് നമ്പറോ റിപ്പീറ്റ് ആയിരിക്കണം. എങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? റാഷണൽ നമ്പർ എന്ന് വിളിക്കാം. അപ്പൊ ഈ റാഷണൽ നമ്പർ എന്തായിരിക്കും പ്രത്യേകത? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കോ? ഇല്ല. ഇത് റിപ്പീറ്റ് വരുന്നില്ല, അതായത് റെക്കറിംഗ് ഹാപ്പൻ ചെയ്യുന്നില്ല. നമ്പേഴ്സ് ഡിഫറെന്റ് നമ്പേഴ്സ് ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. നോൺ ടെർമിനേറ്റിംഗും ആണ്, നോൺ റെക്കറിംഗും ആണ്. രണ്ടും നോൺ ആണ്, അതുകൊണ്ട് ഇറാഷണൽ ആണ്. എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് √2, പൈ, √3 ഇതൊക്കെ എന്ത് നമ്പേഴ്സ് ആണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് കാര്യം. അടുത്ത, അപ്പൊ നമ്മൾ റാഷണൽ നമ്പേഴ്സിന്റെ ഒരു സെറ്റ് പറഞ്ഞല്ലോ. ഇതിനകത്ത് ഫുള്ളും ഇത് ഒരു പൂൾ ഓഫ് റാഷണൽ നമ്പേഴ്സ് ആണ്. ഇത് ആരാണ്? ഇത് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവര് രണ്ടുപേരും ആക്ച്വലി ആരുടെ അകത്തുള്ളവരാണ്? റിയൽ നമ്പർ എന്നുള്ള ഒരു സെറ്റിൽ വരുന്നതാണ് ഈ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും. ഇനി റാഷണൽ നമ്പേഴ്സിനകത്ത് വരുന്ന അടുത്ത സെറ്റ് എന്ന് പറയുന്നതാണ് ഇൻഡിജേഴ്സ്. ഇതിനകത്ത് വരുന്ന അടുത്ത കൂട്ടരാണ് ആര്? ഇൻഡിജേഴ്സ്. ഓക്കെ, ഇൻഡിജേഴ്സ് Z ഓർ Z എന്ത് വേണോ പറയാം. അപ്പോൾ ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും പ്രത്യേകത? ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നമ്പേഴ്സിന്റെയും നെഗറ്റീവ് നമ്പേഴ്സിന്റെയും സീറോയുടെയും ആ ഒരു സെറ്റിനെയാണ് നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ആരൊക്കെ കാണും? പോസിറ്റീവ് നമ്പേഴ്സ് കാണും, സീറോ കാണും, നെഗറ്റീവ് നമ്പേഴ്സും കാണും. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ഇൻഡിജേഴ്സിനകത്ത് ആരായിരിക്കും അപ്പൊ വരുന്ന? ഇൻഡിജേഴ്സിനകത്ത് വരുന്ന അടുത്ത കൂട്ടരാണ് ഹോൾ നമ്പേഴ്സ്. ആരാണ്? ഹോൾ നമ്പേഴ്സ്. അപ്പോൾ ഹോൾ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല. ഇപ്പൊ ഇൻഡിജേഴ്സിന് നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സും ഉണ്ട്, സീറോയും ഉണ്ട്. ഹോൾ നമ്പേഴ്സിന് നെഗറ്റീവ് ഇല്ല എന്ന് വിചാരിച്ചാൽ മതി. അതായത് സീറോയും പോസിറ്റീവ് നമ്പേഴ്സും മാത്രമേ ഉള്ളൂ. അതിനെ നമുക്ക് ഹോൾ നമ്പർ എന്ന് വിളിക്കാം. സീറോയും പോസിറ്റീവ് നമ്പേഴ്സിന്റെ ഒരു കൂട്ടരും കൂടെ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? ഹോൾ നമ്പർ എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, അതിനകത്ത് വരുന്ന അടുത്ത ഗ്യാങ് ആണ് നാച്ചുറൽ നമ്പേഴ്സ് n എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ അവിടെ എന്തായിരിക്കും പ്രത്യേകത? സീറോ ഇല്ല, പോസിറ്റീവ് നമ്പേഴ്സ് ഒള്ളി. അതായത് 1 തൊട്ട് പിന്നെ അങ്ങോട്ട് ഇൻഫിനിറ്റി വരെയുള്ള പിന്നെ മുന്നോട്ടുള്ള എല്ലാ നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സ് ഒള്ളി, പോസിറ്റീവ് ഒള്ളിയാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാൻ എളുപ്പമാണ്. ഇൻഡിജേഴ്സിനെ ആലോചിക്കുമ്പോൾ 3 പേര് വരും: നെഗറ്റീവ് നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ്, സീറോ. ഇനി ഹോൾ നമ്പേഴ്സിനെ ആലോചിക്കുമ്പോഴത്തേക്ക് 2 കൂട്ടരേ ഉള്ളൂ: പോസിറ്റീവ് നമ്പേഴ്സും സീറോയും. നാച്ചുറൽ നമ്പേഴ്സ് വരുമ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള
എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സിൽ റാഷണൽ നമ്പേഴ്സിന് രണ്ട് കണ്ടീഷൻസ് ആണ്, ടെർമിനേറ്റിംഗ് കണ്ടീഷനും പിന്നെ ഉള്ള കണ്ടീഷൻ ഏതാണ്, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റെക്കറിംഗ്. റെക്കറിംഗ് മീൻസ് എന്താണ്, റിപ്പീറ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷൻ. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് 2/10, 5/8, 6/10, 3/10. അപ്പം ഇതൊക്കെ എന്താണ്, ഇതിനകത്ത് വരുന്ന ഗ്രൂപ്പാണ്. ഇപ്പൊ നമ്മൾ 2/10 ചെയ്ത് നോക്കാം. 2/10 പോയിന്റ് കൊടുക്കുകയാണ്. അപ്പോൾ 10 2s are 20. ഓക്കെ, ഇതെന്താണ്, ടെർമിനേറ്റിംഗ് കാറ്റഗറിയിലാണ് അല്ലേ പെട്ടത്. അതായത് 0.2 ഓടുകൂടി അത് സ്റ്റോപ്പ് ആയി, അതൊരു റാഷണൽ നമ്പർ ആണ്, ടെർമിനേറ്റിംഗ്. നമുക്കിനി 3/10 ചെയ്ത് നോക്കാം. 3/10 ചെയ്യുകയാണ്. 10 into 3 30. ഓക്കെ ഫൈൻ. എന്തായി, പുള്ളിക്കാരനും എന്താണ്, ടെർമിനേറ്റിംഗ് കാറ്റഗറിയാണ്, ടെർമിനേറ്റിംഗ്. ഇനി 6/10 എന്താണ്, ടെർമിനേറ്റിംഗ്. അപ്പൊ ഇതെല്ലാം എന്തായി പോവാണ്, ടെർമിനേറ്റിംഗ് ആയിട്ട് പോകുന്ന കാറ്റഗറിയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് നമ്മൾ നോക്കാൻ പോകുന്നത് ചെക്കിംഗ് ദ ടെർമിനേഷൻ ഓഫ് ഫ്രാക്ഷൻസ്. നമ്മൾ ഒരു ഫ്രാക്ഷൻ തരുമ്പോഴത്തേക്കും ഒരു ഫ്രാക്ഷൻ നമ്മൾ കാണുകയാണ്, ആ ഫ്രാക്ഷൻ ടെർമിനേറ്റ് ആകുമോ അതോ ടെർമിനേഷൻ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ചെക്ക് ദ ഡിനോമിനേറ്റർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ്, നോക്കിയേ, ചെക്ക് ദ ഡിനോമിനേറ്റർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2, 5 ഓർ ബോത്ത്. ഓക്കെ, അപ്പൊ ടെർമിനേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്, നമ്മുടെ ഡിനോമിനേറ്റർ, ആ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 2ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ രണ്ടു പേരുടെയും ഒരു മൾട്ടിപ്പിൾ ലിസ്റ്റിൽ അത് വരുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്രാക്ഷൻ ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കിപ്പോ 3/8, അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 8, സോറി 3 ഡിവൈഡഡ് ബൈ 8. നമുക്ക് 8നെ ഡിനോമിനേറ്ററെ ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. എങ്ങനെ വരും, 2 into 2 into 2 അല്ലേ. ഡിനോമിനേറ്റർ ഫാക്ടേഴ്സ് ഞാൻ എഴുതി, 2 into 2 into 2. അപ്പൊ ഇത് എന്താണ് സംഭവം, ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 2ന്റെ മാത്രം ഫാക്ടേഴ്സ് ആണ് അല്ലേ, 2ന്റെ ഫാക്ടേഴ്സ് ആണ്. സോ ഇത് എന്ത് ഡെസിമൽ ആയിരിക്കും, എനിക്ക് ഒറ്റയടിക്ക് ഡിനോമിനേറ്റർ നോക്കിയിട്ട് പറയാം ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണെന്ന് പറയാം, ടെർമിനേറ്റിംഗ് ആണെന്ന് പറയാം. സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. 3/8. ഓക്കെ ഓക്കെ, 8 into 3 24, 8 into 7 56, 8 into 5 40. അപ്പൊ ഇതെന്താണ്, ഇത് സ്റ്റോപ്പ് ആയി, ടെർമിനേറ്റിംഗ് ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. 7/40, 7/40 ആണ്. 40 എനിക്ക് എങ്ങനെ എഴുതാം, ഫാക്ടറൈസ് ചെയ്യുമ്പോഴത്തേക്കും 5 into 2 into 2 into 2. ഞാൻ ഫാക്ടറൈസ് ചെയ്തു 40യെ 5 into 2 into 2 into 2. അതായത് ഇത് 2ന്റെയും 5ന്റെയും ഫാക്ടേഴ്സ് മാത്രമേ ഡിനോമിനേറ്ററിലുള്ളൂ, വേറെ ഒരു നമ്പേഴ്സും ഇല്ല. 2ഉം 5ഉം മാത്രമേ വരാവൂ, ഒന്നുകിൽ 2 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ ബോത്ത്. അപ്പൊ ഇതെന്താണ്, എനിക്കിത് പറയാലോ, ചെയ്ത് നോക്കാതെ തന്നെ എനിക്കിത് പറയാം. ഇതെന്താണ്, ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണ്, ഇത് റാഷണൽ നമ്പർ ആണ്, ഇത് ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പർ ആണ്. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് വൺ 1/7. ഓക്കെ, 1/7, 7 എന്ന ഡിനോമിനേറ്ററിൽ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നമ്മുടെ 2ന്റെയും 5ന്റെയും ഒന്നും മൾട്ടിപ്പിൾ ഇതല്ല, ഫാക്ടറിൽ ഉള്ളതല്ല. 7 എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം നമ്പർ ആണ്. സോ എന്തായാലും 7 ഡിനോമിനേറ്ററിൽ വന്നതുകൊണ്ട് ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ അല്ല, ഇത് നോൺ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെസിമൽ ആണെന്ന് മനസ്സിലായി. എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്ന ഒരു ഡെസിമൽ ആണ്, ഇത് ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ലെന്ന് നമുക്ക് പിടികിട്ടി. ഇനി നമുക്ക് ഡിവിഷൻ ചെയ്ത് നോക്കാം. ഡിവിഷൻ ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായിട്ടും നമ്മൾ നോക്കിയോണം. 142,857. അപ്പോ 142,857 വീണ്ടും 142,857. സോ എന്താണ് ഇവിടെ പറ്റിയത്, ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ കൂടി ഇതിന്റെ ആ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത് റെക്കറിംഗ് ആണ് അല്ലേ. ഈ 142,857 ആ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ സെയിം പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത എന്നാൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പോകുമ്പോൾ 142,857 ഇത് തന്നെയായിരിക്കും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് മുന്നോട്ടും എന്ത് ചെയ്യാൻ പോകുന്നത്, കിട്ടാൻ വേണ്ടി പോകുന്നത്, ഈ നമ്പറിനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സോ ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ കൂടി ഇത് എന്താണ്, റെക്കറിംഗ് ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ ആണ്. സോ ഇത് ഒരു റാഷണൽ നമ്പർ ആണ്. വിങ്കുലം വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാലോ. 1/7 നമുക്ക് എങ്ങനെ എഴുതാം, 0.142,857. കണ്ടില്ലേ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ആണ് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഇത് എന്തല്ല, ഇത് എന്താണ്, ഇതൊരു റാഷണൽ നമ്പർ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ബേസിക് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സിന്റെ കാര്യങ്ങളെല്ലാം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു.
അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ. ഗുഡ് നൈറ്റ്.